നടപടിയെടുക്കലിലേക്ക്, ഈ ആക്രമണത്തിനെതിരെ പ്രതികരിക്കലിലേക്ക് കടക്കേണ്ടതുണ്ട്. ഖത്തർ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക്, ആവശ്യപ്പെടലുകളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. സൗഹൃദ രാഷ്ട്രം, ഒപ്പം തന്നെ സഹോദരി രാഷ്ട്രങ്ങൾ ഇവരുമായെല്ലാം ചർച്ചകൾ നടത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും, എങ്ങനെ ഒരു തിരിച്ചടി നൽകണം എന്നുള്ളത് മാത്രമല്ല, ആ മേഖലയെ എത്രത്തോളം ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു നെതന്യാഹു എന്നുള്ളതിന് മറുപടി കൊടുക്കേണ്ട ഏറ്റവും ഉചിതമായ സമയം എന്നുള്ള വിലയിരുത്തലുമുണ്ട്. പൊതുവെ അത്തരത്തിൽ ഏത് നീക്കങ്ങളാണ് ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? ഒപ്പം തന്നെ ഹമാസിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ ഇപ്പോൾ തന്നെ ഖത്തറിന് ലഭ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് ഖത്തർ ഏത് തീരുമാനം കൈക്കൊള്ളുന്നു അതിന്റെ കൂടെ നിലയുറപ്പിക്കുമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവേദിയായിട്ടുള്ള 57 അംഗ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടിയായിട്ടുള്ള OIC വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അറബ് ലീഗും ഖത്തറിന് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യമാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാന നേതാക്കളുടെ ഈ സന്ദർശനത്തോടുകൂടി അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഖത്തർ തങ്ങളുടെ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മധ്യസ്ഥ റോളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പിന്മാറ്റം വരികയാണെങ്കിൽ അത് പലസ്തീൻ കോസിനെയും ഈ മേഖലയിലൂടെ ഒരു പൊതുവായിട്ടുള്ള കാലുഷ്യങ്ങളെ കൂടുതൽ അധികരിപ്പിക്കാനേ ഉപകരിക്കൂ എന്നൊരു നിർദ്ദേശം ഖത്തറിന് മുമ്പാകെ ഉണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളും പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്തായാലും അമേരിക്കക്ക് കൂടിയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഘട്ടത്തിൽ നൽകേണ്ടതുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് മിക്ക ഗൾഫ് രാജ്യങ്ങളും എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ എബ്രഹാം കരാറിലൂടെ പരമാവധി അറബ് രാജ്യങ്ങളെ ഇസ്രായേലുമായിട്ട് ബന്ധിപ്പിക്കാൻ ട്രംപ് ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ കൈക്കൊണ്ട നടപടി അത് ഇന്നലത്തെ ഈ ആക്രമണത്തോടുകൂടി തൽക്കാലം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു നീക്കവുമായിട്ട് ഒരു നിലക്കും ഇനി സഹകരിക്കാൻ മിക്ക ഗൾഫ് രാജ്യങ്ങളും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി വന്നുപെട്ടിരിക്കുകയാണ്. SMC ഒപ്പം തന്നെ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന, അതിലേക്ക് വരാം, അബ്ബാസിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അബ്ബാസ്, ഇന്നലെ മുതൽ തന്നെ നമ്മൾ പറയുകയാണ്, ആടുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ഇല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. ദോഹയിലേക്കുള്ള വ്യോമഗതാഗതത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. എല്ലാം ഒരു രീതിയിലും പ്രശ്നമുണ്ടാകുന്നില്ല, ഇല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള സമാധാന പ്രശ്നങ്ങൾ നിലവിലില്ല എന്ന് തന്നെയല്ലേ ഖത്തർ പറയുന്നത്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതും വ്യോമാക്രമണമാണ്. അത് വലിയ ആശങ്ക വീണ്ടും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അത് ക്ലാരിറ്റി വരുത്തുന്നത് ഖത്തർ? ഓക്കെ, ഈ വ്യോമാക്രമണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഖത്തറിന്റെ റഡാറിന് കണ്ടെത്താൻ കഴിയാത്ത ഫൈറ്റർ ജെറ്റുകളാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. പിന്നീട് അതാണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ. അതുകൂടാതെ ഇവിടെ നിന്ന് ഖത്തർ എയർവേസ് ഇന്നലെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഗതാഗതത്തിന് ഒരു തരത്തിലുള്ള തകരാറുകളും സംഭവിച്ചിട്ടില്ല, ആസ് യൂഷ്വൽ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിലവിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രപ്ഷൻ ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇവിടുത്തെ വ്യോമ ഗതാഗതവും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു ഗതാഗത സംവിധാനങ്ങളും ഒക്കെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഞാൻ രാവിലത്തെ ലൈവിൽ പറഞ്ഞിരുന്നു, ഇന്നലെ രാത്രി ഏകദേശം 12:30 മണിയോടെയാണ് നമ്മുടെ ലൈവ് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഓഫീസിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള എന്റെ താമസ സ്ഥലത്തേക്ക് നടന്നു പോയത്. അപ്പോൾ മുൻതസ പാർക്ക് എന്ന് പറയുന്ന വളരെ ഖത്തറിലെ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ സമ്മേളിക്കുന്ന വ്യായാമത്തിനായും സംസാരത്തിനായും സോറ പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ആ പാർക്ക് വഴിയാണ്, ആ പാർക്ക് കടന്നിട്ടാണ് ഞാൻ എന്റെ താമസ സ്ഥലത്തേക്ക് പോകേണ്ടത്. അത് നടന്നുകൊണ്ടിരിക്കെ തന്നെ പതിവ് പോലെ ആളുകൾ അവിടുത്തെ സൈക്കിൾ ട്രാക്കിൽ സൈക്കിൾ ഓടിക്കാൻ വരുന്നുണ്ട്. അതുപോലെ ജോഗിങ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ തുറ പറഞ്ഞിരിക്കുന്നുണ്ട്, അവരുടെ വട്ടം കൂടിയിരുന്ന് കളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്രമണത്തിന്റെ യാതൊരു തരത്തിലുള്ള സൂചനയും അവരുടെ മുഖഭാവങ്ങളിലോ അവരുടെ മറ്റു കാര്യങ്ങളിലോ കണ്ടില്ല. എങ്കിൽ ഒരു വസ്തുതയുണ്ട്. കാരണം ഇന്നലെ ഏകദേശം 3:45 സംഭവിച്ച ആ ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തിന്റെ ശബ്ദം ഏകദേശം വലിയൊരു 5-8 കിലോമീറ്റർ റേഡിയസിലേക്ക്, ചുറ്റളവിലേക്ക് അതിന്റെ ശബ്ദം കേട്ടിരുന്നു. അതൊരു ചെറിയൊരു നടുക്കമുണ്ടാക്കിയെന്നൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ചെറിയ സമയത്തേക്ക് മാത്രമായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വരുമ്പോഴും റോഡൊക്കെ ഭയങ്കര തിരക്കാണ്, തിരക്കേറിയ റോഡുകളാണ്. ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ജനജീവിതത്തെ, ഇവിടുത്തെ സ്വൈര്യ ജീവിതത്തെ ഈ ഒരു ആക്രമണം
ബാധിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ധന്യ.